കാര്യം. നമുക്ക് ബീഹാർ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി പോയാലാണ് ഇതിന്റെ മാറ്റം എന്താണ് എന്നത് മനസ്സിലാവുക. ഇപ്പോഴും റോഡരികിൽ ശൗചം ചെയ്യേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ബീഹാറിലുള്ളത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ബീഹാറിലെ ജനസംഖ്യയുടെ 56.95% പേരും ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. രാജ്യത്തെ ശരാശരി ദാരിദ്ര്യ നിരക്കിന്റെ ഇരട്ടിയിലധികമാണിത്. വികസനം നഗരങ്ങളിൽ മാത്രം എന്നതാണ് പലപ്പോഴും ഈ നാടുകളിലെ അവസ്ഥ. ആദിൽ പാലോട് ബീഹാറിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ പോയ റിപ്പോർട്ടറാണ്. ആദിൽ ബീഹാറിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ആദിൽ, വെരി ഗുഡ് മോർണിംഗ്. സന്തോഷമുള്ളൊരു വാർത്ത ഇന്ന് കേരളത്തിൽ സർക്കാർ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആദിൽ, നമ്മുടെ നാട് അതിദാരിദ്ര്യമുക്തമായി മാറാൻ പോകുന്നു, പട്ടിണിക്കാരില്ലാത്ത നാടായി മാറാൻ പോകുന്നു. ബീഹാറിൽ ഇത്രയും അധികം ദിവസം സഞ്ചരിച്ച് ഇലക്ഷൻ റിപ്പോർട്ടിംഗ് നടക്കുന്നതിനിടയിൽ ആദിലിന് മനസ്സിലായത് എന്താണ്? നമ്മുടെ നാട് ബീഹാറിനേക്കാൾ എത്രയോ മേലെയാണ്, എത്രയോ മികച്ചതാണ് എന്നതാണ്, ആരും കുതിക്കുന്നതാണ്. ചങ്ങമ്പുഴയൊക്കെ പറയുന്നത് പോലെ മതി മതി മമ വർണ്ണന, ഈ മാമല നാട് നിങ്ങളൊന്ന് വന്നു കാണൂ എന്ന് പറയാൻ പര്യാപ്തമാണ് എന്നല്ലേ ആദിൽ പാലോട് മനസ്സിലാക്കേണ്ടത്. ബീഹാറിനെ കേരളവുമായിട്ട് കണ്ട കാഴ്ചകളിലൊന്ന് താരതമ്യം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അരുൺകുമാർ, കേരളം സ്വർഗമാണ് എന്ന് ഒറ്റ വാക്കിൽ പറയേണ്ടി വരും എന്നതാണ്. നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പകുതി ആളുകൾക്കും, ചില ഗ്രാമങ്ങളിൽ മുഴുവനായും ശൌചാലയം പോലുമില്ല. രാവിലെ 3 മണിക്കും 4 മണിക്കും പുലർച്ചെ എഴുന്നേറ്റ് സ്ത്രീകൾ പുറത്തേക്ക് പോകേണ്ടി വരുന്ന, പാടങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന, വയലുകളിലേക്ക് പോകേണ്ടി വരുന്ന സ്ഥിതിയാണ് ബീഹാറിന്റെ പൊതുവിലുള്ള ചിത്രം എന്നതിൽ ഒരു സംശയവും വേണ്ട. അത് നമ്മൾ നേരിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അധികാരികളുടെ ഭാഗത്ത് നിന്ന് ആ വിധത്തിലുള്ള സമീപനം തന്നെയാണുള്ളത്. അരുൺ പറഞ്ഞത് ഈ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ 2 പേരെ എടുത്താൽ അതിൽ ഒരാൾ ദരിദ്രരാണ്, 3 4 പേരെ എടുത്താൽ അതിൽ ഒരാൾ അതിദരിദ്രരാണ് എന്നുള്ളതാണ്. ജീവിക്കാൻ വകയില്ലാത്തവർ. ആരോടെങ്കിലും നമ്മൾ ശമ്പളത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, അവരുടെ വേതനത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഈ അടുത്ത് നമ്മൾ തന്നെ ഒരു വാർത്തയുടെ ഭാഗമായി സമീപിച്ചപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ 12 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് കിട്ടുന്ന ശമ്പളം 6500 രൂപയാണ് ദിവസം 12 മണിക്കൂർ ജോലി ചെയ്തിട്ട്. ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ നാടുമായുള്ള വ്യത്യാസം എന്നതാണ്. ഇപ്പോൾ പ്രകടന പത്രികയൊക്കെ പല മുന്നണികളും ഇറക്കുമ്പോൾ KG മുതൽ PG വരെ സൗജന്യ വിദ്യാഭ്യാസം എന്നതാണ് പ്രധാന വാഗ്ദാനം. പക്ഷേ കേരളത്തിൽ എന്നോ അതൊക്കെ പ്രാബല്യത്തിൽ വന്നതാണ്, എന്നോ അതൊക്കെ ആളുകൾ അതിന്റെ ആനുകൂല്യം അനുഭവിച്ചു തുടങ്ങിയതാണ് എന്നുള്ളതാണ്. ഏതായാലും ദാരിദ്ര്യത്തിൽ മുങ്ങി നിൽക്കുന്ന ബീഹാർ എന്ന് തന്നെ ഗ്രാമങ്ങളെ സംബന്ധിച്ച് പറയേണ്ടി വരും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് സ്വർഗം എന്നല്ലാതെ മറ്റൊരു വാക്കുകൊണ്ട് പറയാൻ സാധിക്കില്ല. ബീഹാറിന്റെ മാത്രം കഥയല്ല, ബംഗാളിലേക്കായാലും ഉത്തർപ്രദേശിലേക്കായാലും പലയിടത്തും ഗ്രാമങ്ങളുടെ അവസ്ഥ അതിദാരുണമാണ്, ദയനീയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജീവിക്കാൻ വകയില്ലാതെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീരെ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോവുകയാണ്, പട്ടിണിയാണ് എന്നാണ് മറുപടി. പക്ഷേ കേരളത്തിൽ ഒരാളോട് ചോദിച്ചാൽ എന്താകും മറുപടി എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ആ വിധത്തിലാണ് ഒരു ആനയും ആടും ഒക്കെ തമ്മിലുള്ള അന്തരമാണ് കേരളവും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ളത് എന്നതാണ് വലിയ കാര്യം. അത് തന്നെയാണ് നമ്മൾ ബീഹാറിൽ നിന്നും മറ്റ് ഈ വേഗതയിൽ നമ്മുടെ ബീഹാർ പോയാൽ, ഇങ്ങനെ ബീഹാറിൽ അതിദാരിദ്ര്യമുക്തമായ ആ സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുന്നതിന് എത്ര കാലം വേണ്ടി വരുമായിരിക്കും? അതിൽ അങ്ങനെ ഒരു പദ്ധതി തന്നെ ഉണ്ടോ എന്നതാണ് ആദ്യത്തെ കാര്യം. അരുൺകുമാർ, ഒരു ഊഹത്തിൽ ചോദിക്കുകയാണെങ്കിൽ തന്നെ 100 200 വർഷങ്ങൾ വേണ്ടി വന്നേക്കും എന്നതാണ്. നമ്മൾ 2 പേരെ 3 പേരെ എടുക്കുമ്പോൾ അതിൽ ഒരാൾ അതിദരിദ്രനാണ്, അയാളെ മാറ്റാൻ നമ്മൾ ഇപ്പോൾ അവസാനം കണക്കെടുക്കുമ്പോൾ സർക്കാരിന്റെ കണക്കനുസരിച്ച് 1 ലക്ഷത്തിൽ താഴെ മാത്രം അതിദരിദ്രരായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ, ഒരുപക്ഷെ കോടിക്കണക്കിന് ആളുകൾ അതിദരിദ്രരായി ബീഹാറിൽ കഴിയുന്നു എന്നുള്ളതാണ്. ഇവരുടെ ദാരിദ്ര്യ മുക്തിയിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ 100 അതിലേറെയോ വർഷങ്ങൾ വേണ്ടി വന്നേക്കുമെന്നുള്ളതാണ്. എന്തു പദ്ധതികൾ കൊണ്ടുവന്നാലും അത് നമ്മുടെ മുൻ സർക്കാരുകളുടെയൊക്കെ ഗുണം, മാറി മാറി വന്ന സർക്കാരുകളുടെയൊക്കെ പൊതുവായ ഗുണം കൊണ്ടാണ് കേരളം ഈ നിലയിലേക്ക് എത്തിയതെന്നതും ഓർക്കണം. ഓക്കെ, താങ്ക് യു ആദിൽ. ബീഹാറിൽ നല്ല മഴയുണ്ട്, അതിൽ കൊടയൊക്കെ പിടിച്ചാണ് ഇപ്പൊ. താങ്ക് യു ആദിൽ. അതിൽ പറഞ്ഞതുപോലെ 3-ൽ ഒരാൾ അതിദരിദ്രരുള്ള ഒരു നാടാണ് പ്രത്യേകിച്ച് ബീഹാർ പോലെയുള്ള. ഇതിനെയാണല്ലോ നമ്മൾ പറയുന്നത് ബീമാരു സ്റ്റേറ്റ് എന്നാണ് പറയുക. ഇത്തരം സ്റ്റേറ്റുകളിൽ പട്ടിണി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നമ്മുടെ നാട് പട്ടിണിയില്ലാത്ത നാടായി മാറുന്നതിൽ സന്തോഷം.